ക്ലാസ് 8 ന്യൂ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള പാഠഭാഗങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 അധിനിവേശവും ചെറുത്തുനിൽപ്പും ഈ പാഠഭാഗത്തിൻ്റെ പകുതി ഭാഗത്തോളം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇന്നതിൻ്റെ ബാലൻസ് ആണ് നോക്കുന്നത്. നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ എങ്ങനെയെല്ലാം ബാധിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചത്? ഒന്നാമതായിട്ട്, ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. 2, വെള്ളപ്പൊക്കമോ വരൾച്ചയോ മൂലം കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇളവ് കർഷകർക്ക് ലഭിച്ചിരുന്നില്ല. 3, കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു. അവസാനമായിട്ട് കടക്കെണിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയെല്ലാമാണ് ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ ദോഷകരമായി ബാധിച്ചത്. ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല. അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അതിനാൽ കർഷകരുടെ കലാപങ്ങൾ സന്യാസി കലാപങ്ങൾ എന്ന പേരിലും അറിയപ്പെട്ടു. സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്നു. അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കുന്നു. ഭവാനി പതക്, മജ്നു ഷാ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ഭവാനി പതക്, മജ്നു ഷാ എന്നിവരാണ്. ബംഗാളി ഭാഷയിൽ രചിക്കപ്പെട്ട ആനന്ദമഠം ആരുടെ നോവലാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ് ആനന്ദമഠം. 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിക്കുന്നത്. അപ്പോൾ വന്ദേ മാതരം എടുത്തത് ഇവിടെ നിന്നാണ്? ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി 1882 രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ എടുത്തിട്ടുള്ളതാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം. നീലം കർഷക കലാപം നടന്നത് 1859 എന്നാണ്. നീലം കർഷക കലാപം നടന്നത് 1859 ഇതിന് കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്കാവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിച്ചു. കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിൻ്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നീലം കർഷക കലാപത്തിന് കാരണമായ സാഹചര്യങ്ങൾ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. അപ്പോൾ നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചതാരാണ്? ദീനബന്ധു മിത്രയാണ്. എന്താണ് ഈ നാടകത്തിൻ്റെ പ്രമേയം? ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് ഈ നാടകത്തിൻ്റെ പ്രമേയം. ദിഗംബർ വിശ്വാസിൻ്റെയും വിഷ്ണു വിശ്വാസിൻ്റെയും നേതൃത്വത്തിലാണ് നീലം കലാപത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ നീലം കലാപം നടന്നത് 1859 നീലം കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? ദിഗംബർ വിശ്വാസും വിഷ്ണു വിശ്വാസും. ദിഗംബർ വിശ്വാസും വിഷ്ണു വിശ്വാസുമാണ് നീലം കർഷക കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ഇനി സാന്താൾ ജനത എന്തിനാണ് ബ്രിട്ടീഷുകാരോട് പോരാടിയതെന്ന് നോക്കാം. 18ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്ര ജനവിഭാഗമാണ് സാന്താൾമാർ.
ഭൂവുടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയാണ് നടന്നിരുന്നത്. ഭൂമിയുമായുള്ള ഗോത്രജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു. തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്രജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് സിദ്ധുവിൻ്റെയും കാൻഹുവിൻ്റെയും ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാ? സിദ്ധുവും ഖാനുവും ആണ് ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അവരെ പിന്നീട് ബ്രിട്ടീഷുകാർ വധിക്കുകയാണ് ചെയ്യുന്നത്. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്രജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി സാന്താൾ കലാപം മാറി. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് നീലം കർഷക കലാപമാണ്. അത് 1859 അതിന് നേതൃത്വം നൽകിയത് ദിഗംബർ വിശ്വാസും വിഷ്ണു വിശ്വാസുമാണ്. ഇനി നെക്സ്റ്റ് പറഞ്ഞത് സാന്താൾ കലാപമാണ്. സാന്താൾ കലാപം നടന്നത് 1855 ഇത് സിദ്ധുവിൻ്റെയും കാൻഹുവിൻ്റെയും നേതൃത്വത്തിൽ നടന്ന കലാപമാണ്. എന്നാണ് സാന്താൾ കലാപം? 1855 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഉൽഗുലാൻ കലാപം അഥവാ മുണ്ട കലാപം എന്നും പറയും. മുണ്ട കലാപം നടന്നത് 1899 വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഉൽഗുലാൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ് സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഉൽഗുലാൻ കലാപം നടന്നത് എന്നാണ് ഉൽഗുലാൻ കലാപം? 1899 നടന്ന കലാപമാണ് ഉൽഗുലാൻ കലാപത്തിൻ്റെ മറ്റൊരു പേരാണ് മുണ്ട കലാപം. ഇത് നേതൃത്വം നൽകിയത് ബിർസ മുണ്ടയാണ്. അപ്പോൾ നമ്മൾ 3 കലാപങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് നീലം കർഷക കലാപം, അത് 1859 ദിഗംബർ വിശ്വാസിൻ്റെയും വിഷ്ണു വിശ്വാസിൻ്റെയും നേതൃത്വത്തിലാണ്. അടുത്തത് സാന്താൾ കലാപമാണ്. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സിദ്ധുവും കാനുവുമാണ്. സാന്താൾ കലാപം 1855 മുണ്ട കലാപം അഥവാ ഉൽഗുലാൻ കലാപം അത് 1899 ഇതിന് നേതൃത്വം നൽകിയത് ബിർസ മുണ്ടയാണ്. ഈ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണവും. ഈ കലാപത്തിൻ്റെ കാരണങ്ങളാണ് ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണവും. 1899 മുണ്ട ഗോത്രവിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. റാഞ്ചിയിൽ നടന്ന വെടിവെപ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്രവിഭാഗക്കാർ കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട തടവിലാവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജനജാതീയ ഗൗരവ് ദിവസമായിട്ടാണ് 2021 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നത്. എന്താണ് ജനജാതീയ ഗൗരവ് ദിവസ് എന്ന് പറഞ്ഞാൽ? ഗോത്രാഭിമാന ദിനം എന്നാണ് അർത്ഥം. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്രജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പഹ്ലെ ഗാന്ധി എന്നത്. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹശ്വതാ ദേവി രചിച്ച കൃതിയാണ് ആരണ്യൻ അധികാർ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ജനജാതീയ ദിവസ് നവംബർ 15 പാർലമെൻറ്റിൽ ഛായാചിത്രം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്രജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുരാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പഹ്ലെ ഗാന്ധി. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹശ്വതാ ദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ എന്നത്. അപ്പോൾ നമ്മൾ 3 കലാപങ്ങൾ പറഞ്ഞു. നീലം കർഷക കലാപം, സാന്താൾ കലാപം, മുണ്ട കലാപം. ഇതുകൂടാതെ കുറിച്യർ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ബീൽ കലാപം, ഗാസി കലാപം തുടങ്ങിയ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ചില ഗോത്ര കലാപങ്ങളാണ്.
പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളീഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗറായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്കുവഹിച്ചവരാണ്. ആരാണ്? തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗറായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും അതേപോലെ തന്നെ ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ ഉള്ള പോരാട്ടത്തിൽ വലിയൊരു പങ്ക് വഹിച്ചവരാണ്. അപ്പോൾ എന്താണ് പോളിഗർ? പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളിഗർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളിഗർമാരെയും ബാധിച്ചിരുന്നു. നികുതി പിരിവിനെ ചോദ്യം ചെയ്തതായിരുന്നു കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കി മാറ്റിയത്. കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചവരാണ് കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുതുപാണ്ഡ്യ സഹോദരന്മാരും. അടുത്തത് ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു 1721 ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം എന്നാണ് 1721 ആറ്റിങ്ങൽ കലാപം. കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണവിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു. ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് 1721 ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർ റാണിക്ക് പാരിതോഷികങ്ങളായി എല്ലാ വർഷവും പോകാറുണ്ടായിരുന്നു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് ഭയന്നതിനാൽ ചില നാട്ടുപ്രമാണിമാർ എതിർത്തു. നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോർഡിൻ്റെ നേതൃത്വത്തിലുള്ള 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ഈ സംഘത്തെ വർണ്ണവർഗ ജാതിമത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ചു വധിച്ചു. മാത്രമല്ല അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. ഇനി അടുത്തത് സ്ത്രീ മുന്നേറ്റങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എന്താണ് വെല്ലൂർ കലാപം എന്ന് നോക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിൻ്റെ പ്രധാന കാരണം. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി. അപ്പോൾ ഇനി നമുക്ക് സ്ത്രീ മുന്നേറ്റങ്ങളെക്കുറിച്ച് നോക്കാം. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീര വനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. മറാത്ത ഭരണത്തിൻ്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. ശിവലിംഗ രുദ്രദേശമായിരുന്നു കിട്ടൂരിൻ്റെ ഭരണാധികാരി. അദ്ദേഹത്തിൻ്റെ മരണശേഷം വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ മരണപ്പെട്ടു. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തിയൊരു വനിതയാണ് കിട്ടൂർ റാണി ചെന്നമ്മ. അവർ ശിവലിംഗ രുദ്രദേശായിയുടെ ഭാര്യയായിരുന്നു. കിട്ടൂരിലെ ഭരണാധികാരിയായിരുന്നു ശിവലിംഗ രുദ്രദേശായി. അപ്പോൾ
അദ്ദേഹത്തിൻ്റെ മരണശേഷം വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ ശ്രമിക്കുകയും അതിനെ ബ്രിട്ടീഷുകാർ എതിർത്തതുമാണ് ചെന്നമ്മയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് വഴിവെച്ചത്. പിന്നീട് 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവെയാണ് റാണി ചെന്നമ്മ മരണപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങളിൽ പലതും കലാപങ്ങൾക്ക് കാരണമായി. ഇത്തരത്തിലുള്ള 2 ബ്രിട്ടീഷ് നയങ്ങളായിരുന്നു സൈനിക സഹായ വ്യവസ്ഥയും ദത്താവകാശ നിരോധന നിയമവും. എന്താണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് നോക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പിക്കുന്നതിനും വേണ്ടി ഗവർണർ ജനറലായിരുന്ന വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടിയിരുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിൻ്റെ ഒരു യൂണിറ്റ് തൻ്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. അത് ഒന്നാമത്തെ വ്യവസ്ഥയായിരുന്നു. മറ്റൊന്ന്, കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും സഖ്യത്തിലേർപ്പെടുന്ന രാജാവ് തന്നെ വഹിക്കണം. അടുത്തത്, കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. മറ്റൊരു കാരണമാണ് ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവ് നടപ്പിലാക്കാൻ പാടില്ല. സഖ്യരാജാവ് തൻ്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ താമസിപ്പിക്കണം. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് സൈനിക സഹായ വ്യവസ്ഥ. ഇനി അടുത്തത്, എന്താണ് ദത്താവകാശ നിരോധന നിയമം എന്ന് നോക്കാം. ഇത് നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ചാവകാശികളായി ആൺമക്കളില്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരാൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്താവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനുള്ള രാജാവിൻ്റെ അധികാരം ഇല്ലാതായി. അനന്തരാവകാശി ഇല്ലാതാകുന്നതോടെ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാകും. ഈ 2 നിയമങ്ങൾ, അതായത് സൈനിക സഹായ വ്യവസ്ഥയും ദത്താവകാശ നിരോധന നിയമവും പ്രകാരം നിരവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ദുർഭരണം ആരോപിച്ച് അവധ് അഥവാ ഔധ് എന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തി ആയിരുന്നു 1857 കലാപത്തിൻ്റെ കാരണം. അപ്പോൾ ഇനി നമുക്ക് 1857 കലാപത്തെക്കുറിച്ചൊന്ന് നോക്കാം. ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യവുമായിരുന്നു നൽകിയിരുന്നത്. അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത്. അതിൻ്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ചു കീറണമായിരുന്നു. കവറിൽ പുരട്ടിയിരുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നും ഉണ്ടാക്കിയ ഒരുതരം ഗ്രീസ് ആയിരുന്നു എന്ന പ്രചരണം സൈനികർക്കിടയിൽ ഉണ്ടായി. ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ബരക്പൂരിലെ സൈനികനായിരുന്ന മംഗൽ പാണ്ഡെ ആയിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൽ പാണ്ഡെയെ 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. അപ്പോൾ ഈ 1857 ആദ്യത്തെ രക്തസാക്ഷിയാണ് ആര്? മംഗൽ പാണ്ഡെ. 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. കലാപം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. മംഗൽ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റു ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു. മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു. വളരെ പേരെ പീരങ്കി ഉണ്ടയ്ക്ക് ഇരയാക്കി. അനേകായിരങ്ങളെ വഴിമരക്കൊമ്പുകളിൽ ജീവനോടെ തലകീഴായി കെട്ടിത്തൂക്കി. അവധിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷം പേർ സാധാരണക്കാരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ
അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിഷേധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു. കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്കുണ്ടായിരുന്നു. കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. അപ്പോൾ കൻവർ സിംഗ് അതുപോലുള്ള മറ്റ് വ്യക്തികൾ ഓരോ പ്രദേശത്തും കലാപത്തിന് നേതൃത്വം നൽകി. അപ്പോൾ നമുക്ക് ഓരോ പ്രദേശത്തും നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഇത് 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇത് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒന്ന്, കലാപം നടന്ന സ്ഥലമാണ് ഡൽഹി. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ബക്ത്ഖാനുമാണ്. ബഹദൂർ ഷാ രണ്ടാമനെയാണ് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത്. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് നാടുകടത്തിയത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ഇനി ജനറൽ ബക്ത്ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറലായിരുന്നു ജനറൽ ബക്ത്ഖാൻ. അപ്പോൾ ഡൽഹിയിൽ ആരൊക്കെയായിരുന്നു? ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ബക്ത്ഖാനുമാണ്. ഝാൻസിയിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിഭായിയാണ്. ഝാൻസിയിലെ ഭരണാധികാരിയാണ് റാണി ലക്ഷ്മിഭായ്. കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തൊപ്പിയുമാണ്. നാനാ സാഹിബ് മറാത്ത ഭരണാധികാരിയാണ്. നാനാ സാഹിബിൻ്റെ സൈനിക തലവനാണ് താന്തിയ തൊപ്പി. താന്തിയ തൊപ്പി ഗറില്ല യുദ്ധമുറകളാണ് പ്രയോഗിച്ചിരുന്നത്. ഇനി ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. ബീഗം ഹസ്രത്ത് മഹൽ അവധിലെ ഭരണാധികാരിയായിരുന്നു. ബീഹാറിലെ ആരയിൽ നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവായിരുന്നു കൻവർ സിംഗ്. അപ്പോൾ ഇത്രയുമാണ് വിവിധ സ്ഥലങ്ങളിലെ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകളുടെ വിവരങ്ങൾ. ഡൽഹിയിൽ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ബക്ത്ഖാനും. ഝാൻസിയിൽ ഝാൻസി റാണി. കാൺപൂരിലെ നാനാ സാഹിബ് താന്തിയ തൊപ്പി. ലക്നൌവിലെ ബീഗം ഹസ്രത്ത് മഹൽ. ബീഹാറിലെ ആരയിൽ കൻവർ സിംഗ്. 1857 കലാപത്തിന് ചില പരിമിതികളുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി. കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും വിട്ടുനിന്നു. അപ്പോൾ ഇത്രയുമാണ് 1857 കലാപത്തിലെ ചില പരിമിതികൾ. ഇനി 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. ആ സ്വാധീനം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. അതായിരുന്നു ഏറ്റവും വലിയ ഫലം. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഗവർണർ ജനറൽ എന്നതിനു പകരം വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായത് 1857 ഈ കലാപമാണ്. 1857 കലാപം സിനിമയും സാഹിത്യത്തിലും എങ്ങനെയാണെന്ന് നോക്കാം. മോഹൻ സിൻഹയുടെ 1857, കേതൻ മേത്ത സംവിധാനം ചെയ്ത മംഗൽ പാണ്ഡെ ദ റൈസിംഗ്, ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക, ദ ക്യൂൻ ഓഫ് ഝാൻസി എന്നീ ചലച്ചിത്രങ്ങൾ 1857 കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ടവയാണ്. മഹശ്വതാ ദേവിയുടെ ഝാൻസി റാണി, മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ അമൃതം തേടി എന്നീ നോവലുകളും 1857 കലാപം പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ടവയാണ്. ഏതൊക്കെയാണ് സിനിമകൾ? ഏതൊക്കെയാണ്? മോഹൻ സിൻഹയുടെ 1857, കേതൻ മേത്ത സംവിധാനം ചെയ്ത മംഗൽ പാണ്ഡെ ദ റൈസിംഗ്, ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക, ദ ക്യൂൻ ഓഫ് ഝാൻസി എന്ന ചലച്ചിത്രങ്ങൾ. ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക, ദ ക്യൂൻ ഓഫ് ഝാൻസി എന്ന ചലച്ചിത്രം. അപ്പോൾ ഈ 3 ചലച്ചിത്രങ്ങളാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടത്. ഇനി സാഹിത്യങ്ങൾ ഏതൊക്കെയാണ്? നോവലുകൾ സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ്. മഹശ്വതാ ദേവിയുടെ ഝാൻസി റാണി, മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ അമൃതം തേടി എന്നീ നോവലുകൾ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് 8ാം ക്ലാസ്സിലെ ആദ്യ പാഠഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. താങ്ക് യു.